സംസാരിക്കുന്നത്. أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസ് മൊഡ്യൂളിൽ 44-ാമത്തെ ആയത്തിൽ ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തുടർച്ചയാണ്. അതിൽ أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങൾ സ്വയം നന്മ ചെയ്യാതിരിക്കുകയുമാണോ? നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരായിരിക്കെ നിങ്ങൾക്ക് ബോധമില്ലേ? വേദഗ്രന്ഥം കിതാബ് അല്ലാഹുവിന്റെ കിതാബ് നിങ്ങൾ തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബോധമില്ല. നിങ്ങൾ നന്മ ജനങ്ങളോട് കൽപ്പിക്കുന്നു, പക്ഷെ നിങ്ങളത് പിന്തുടരുന്നില്ല. അടുത്തായി واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. استعينوا بالصبر والصلاة. استعانة ഖുർആനിലെ ഓപ്പണിംഗ് ചാപ്റ്റർ, തുടക്കത്തിലുള്ള ആരംഭത്തിലുള്ള അധ്യായം ഏതാണ്? അൽ ഫാത്തിഹ. അൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ വാങ്ങുന്നുണ്ട്, ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞാവാചകം ഏതാണ്? അതെ 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 ശരി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ അതെ. അപ്പൊ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം തേടി ഇസ്തിആനത്ത് എന്ന് പറയുമ്പോൾ വസ്ത്രമാണ്, സഹായം തേടി. ഇസ്തഈനു എന്ന് പറയുമ്പോൾ അമ്രായി. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. സബർ എന്താ? സബർ ക്ഷമ. സ്വലാത്ത് നമസ്കാരം, സ്വലാത്തുൽ മക്തൂബാത്ത്, സ്വലാത്തുൽ നവാഫിൽ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല മാർഗം എന്താണ്? സബറും സ്വലാത്ത്, അതായത് ക്ഷമയും നമസ്കാരവും. നിശ്ചയം അത്, അതായത് ആ നമസ്കാരം അല്ലെങ്കിൽ സബർ കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക എന്നുള്ള ഈ ഉപദേശം അത് ലകബീറത്തുൻ, നിശ്ചയം അത് വളരെ ഭയങ്കരമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ വലിയ ഒരു ഭാരമാണ്. ആർക്ക്? എല്ലാവർക്കും. ഇല്ലാ അൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്ക്, അല്ലാഹുവിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് ഒഴികെ. അള്ളാഹുവിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് ഒഴികെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു കടാപ്പാടാണ്, വലിയൊരു ലഗേജ്, വലിയൊരു ഭാരമാണ്, ബേർഡൻ ആണ്. നിസ്കാരം അള്ളാഹുവിൽ ഭയഭക്തിയുള്ള ആളുകൾ, അള്ളാഹുവിൽ ഖുശൂഉള്ള ആളുകൾക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. അപ്പം വളരെ സന്തോഷമാണ്. പക്ഷെ നിസ്കരിക്കാനുണ്ടല്ലോ, നിസ്കരിക്കാനുണ്ട്, തെറ്റിട്ടുമില്ല.
കടന്നിറങ്ങാൻ സമയമായി അപ്പൊ നിസ്കരിച്ചില്ല നിസ്കരിച്ചിട്ടുമില്ല ഇപ്പൊ തിരിച്ചും വേണം പറയുമ്പോ എന്താണ് അതൊരു ഭാരം ഉള്ളതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് ഒരു ഭാരം തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് നിസ്കരിക്കാന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് നിസ്കരിച്ചിട്ടുമില്ല ഇപ്പൊ കേൾക്കാനും ഉണ്ട് ഇപ്പൊ അങ്ങനെ പറയും ശരി ഇത് സംബന്ധിച്ച് മുഖാത്തിർ ബിൻ ഹയ്യാൻ റഹ്മത്തുള്ളാഹി പറയാം استعينوا على طلب الآخرة بالصبر على الفرائض والصلاة അതായത് ആഖിറം നിങ്ങൾ തേടുന്നുവെങ്കിൽ ത്വലബ് ത്വാലിബ് എന്ന് പറഞ്ഞാൽ ത്വാലിബ് സ്വാഭിനത്താണ് വേണ്ട ത്വാലിബ് ത്വലബ് എന്ന് പറഞ്ഞാൽ തേടുന്ന ആള് എന്ത് തിൽമീദ് എന്ന് പറഞ്ഞാൽ തിൽമീദ് ഉറക്കെ പറ കുട്ടി ശരിയാണ് വിദ്യാർത്ഥി എന്താണ് വിദ്യാർത്ഥി അപ്പൊ ത്വാലിബ് എന്ന് പറഞ്ഞാൽ തേടുന്ന ആളാണ് വിദ്യ തേടുന്നയാളെ ത്വാലിബ് വിദ്യ തേടുന്ന അർത്ഥത്തിൽ ത്വാലിബ് വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ ഇവിടെ ത്വലബുൽ ആഖിറത്തെ തേടുക ആഖിറത്തെ ഒരാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പരലോകത്ത് നല്ല ജീവിതം പരലോകത്ത് ഭാസുരമായ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് ക്ഷമിക്കുക ക്ഷമ അവലംബിക്കുക ഫർളുകളുടെ കാര്യം നിസ്കാരത്തിന്റെ കാര്യം നിസ്കരിക്കുന്ന കാര്യത്തിലും അതായത് നിസ്കരിക്കുക ഫർളുകൾ എടുക്കുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിലൊക്കെ അത് പാലിക്കുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിക്കുക അത് പാലിക്കാനും ക്ഷമ വേണം മറ്റൊരു അർത്ഥം ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞത് ക്ഷമ സ്വബർ എന്നാൽ സൗമ് നോമ്പാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഖുർത്തുബി ഇമാം പറയുന്നു ഖാലൽ ഖുർത്തുബി വലിഹാദാ യുസമ്മാ റമളാനു ശഹ്റസ്സബ്ർ കമാ നുതിഖ ബിൽ ഹദീസ് അസ്സൗമു നിസ്ഫുസ്സബ്ർ അതായത് ഖുർത്തുബി ഇമാം പറയാണ് ഇക്കാരണത്താൽ യുസമ്മാ റമളാനു ശഹ്റസ്സബ്ർ യുസമ്മാ റമളാൻ പേര് വെക്കപ്പെട്ടിരിക്കുന്നു റമളാന് പേരുണ്ട് പേര് പറയപ്പെട്ടിരിക്കുന്നു ഷഹ്റുസ്സബ്ർ എന്താണ് ഷഹ്റുസ്സബ്ർ എന്ത് പേര് ക്ഷമയുടെ മാസം ഷഹർ എന്ന് പറഞ്ഞാൽ ഷഹർന്ന് മാത്രമാണ് ഷഹർ എന്ന് പറഞ്ഞ മാസം ഷഹ്റുസ്സബ്ർ ക്ഷമയുടെ സഹനത്തിന്റെ മാസം നമ്മൾ ഭക്ഷണപാനീയങ്ങളൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ പോലും റമളാനിന്റെ പകലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്നു അത് നമ്മൾ ദാഹവും വിശപ്പും വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു അത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിക്കാണ് അപ്പം സഹനം പഠിപ്പിക്കുന്ന ക്ഷമ പഠിപ്പിക്കുന്ന ഒരു മാസമാണ് എന്ത് റമളാൻ അപ്പം അതുകൊണ്ട് റമളാന്റെ ഷഹ്റുസ്സബ്ർ എന്ന് പറയാറുണ്ട് ഹദീസിൽ വന്നതുപോലെ പറയപ്പെട്ടതുപോലെ അസ്സൗമു നിസ്ഫുസ്സബ്ർ പറയുന്നത് അസ്സൗമു നോമ്പ് നിസ്ഫുസ്സബ്ർ സബറിന്റെ പകുതിയാണ് ക്ഷമയുടെ പകുതിയാണ് നോമ്പ് പൊന്നോ ഉണ്ടാകുന്ന ശബ്ദം ഈ സബർ എന്നുകൊണ്ട് അപ്പൊ സബർ കൊണ്ട് റമളാൻ അല്ലെങ്കിൽ നോമ്പ് ഉദ്ദേശമാണ് സോമും അതുകൊണ്ട് ഉദ്ദേശമാണ് എന്ന് പറയുന്നത് المراد بالصبر الكف عن المعاصي ولهذا قرنه بأداء العبادات فأولاها في الصلاة അതായത് സബർ കൊണ്ടുള്ള ഉദ്ദേശം അൽ കഫു അനിൽ മഅസി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് സബർ തെറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് മദ്യപിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വിനോദങ്ങള് ഹലാലായ രൂപത്തിലുള്ള വിനോദങ്ങളുണ്ട് പക്ഷെ നഗ്ന നൃത്തം അല്ലെങ്കിൽ അർദ്ധനഗ്നായ സ്ത്രീകൾ അല്ലെങ്കിൽ അർദ്ധനഗ്നരായിട്ടുള്ള അവസ്ഥയിൽ അത് നൃത്തം ഡാൻസ് ഒക്കെ കാണാം അതൊക്കെ ഇപ്പം കാണാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കാണാൻ ചിലപ്പോൾ മനസ്സിൽ തോന്നും അപ്പൊ അതിനെന്ത് ചെയ്യാ അതിൽ ക്ഷമിച്ചുകൊണ്ട് ആ താല്പര്യത്തെ അടക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അതിനെ മാറ്റി നിർത്തുക അത് ചെയ്യാതിരിക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അപ്പൊ എന്താണ് അത് സുബറാണ് ശരി അതും സുബറാണ് അതേപോലെ ഇതിനെ ആരാധനകളും ആയിട്ട് ചേർത്ത് പറഞ്ഞു
നിസ്കാരത്തെ പ്രവർത്തിക്കുക, നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് സുബറിന്റെ ഭാഗമാണ്, സുബറിൽ പെടുന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? എത്രാമത്തെ ഖലീഫയാണ്? ശരിയാണ്, രണ്ടാമത്തെ ഖലീഫ. നിങ്ങൾ ഇപ്പൊ ഉറക്കെ പറയണ്ട, പറയാനുള്ളത് ഞാൻ ഇങ്ങനെ പിന്നെ ഉറക്കം പറയാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പറഞ്ഞാൽ മതി, തെറ്റിയാലപ്പോ പറഞ്ഞില്ല, തെറ്റിച്ചാൽ പേടിക്കാനൊന്നും ആവശ്യമില്ല. ആദ്യത്തെ ഖലീഫ ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കാലശേഷം പിന്നെ ഫസ്റ്റ് ഖലീഫ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്നറിയപ്പെട്ട 4 ഖലീഫമാരാണ്. അതിൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 അലി റളിയല്ലാഹു അൻഹു. ശരി. ഇപ്പൊ قال ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ പറഞ്ഞതായിട്ട് الصبر صبران صبر عند المعصية حسن وأحسن منه الصبر عند محارم الله. അതായത് സബർ, ക്ഷമ എന്ന രണ്ടിനങ്ങൾ. ഒന്ന് എന്താണ്? ദുരന്തങ്ങള്, ആപത്തുകള്, മാസ്യത്ത് ഒക്കെ വരുമ്പോ ഉള്ള ക്ഷമയാണ്. ഇനി അള്ളാഹുവിന്റെ നിരോധനങ്ങൾ, അള്ളാഹുവിന്റെ മഹാരിമുള്ള നമ്മള് സുറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് പറഞ്ഞ ഹദീസിലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മഹാരിമുള്ള അള്ളാഹുവിന്റെ നിരോധനങ്ങൾ, ഹുദൂദുള്ള മഹാരിമുള്ള ഒക്കെ പറഞ്ഞു. ഒരു നേരായ ഒരു പാത ഉണ്ട്, പിന്നെ 2 ഭാഗത്ത് ഒരു മതിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, വാതിലുകളുണ്ട്, തട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിലൊന്നും മഹാരിമുള്ളാന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ നിരോധനങ്ങൾ, പ്രൊഹിബിഷൻസ്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നത് ഏറ്റവും ഉത്തമമായ ക്ഷമയാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മനസ്സ് വെമ്പൽ കൊള്ളും, അല്ലെങ്കിൽ ശരീരത്തിന് താല്പര്യം ഉണ്ടാവും. ശരീരേച്ഛ, ഹവാ ഉന്നഫ്സ്, ശരീരത്തിന്റെ ഇച്ഛ, സ്നേഹേച്ഛ, അത് മനസ്സിന് തോന്നും, അത് ശരീരത്തിന് തോന്നും ചെയ്യണം. പക്ഷെ അത് ശരിയല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മാറി നിൽക്കണം. ശരീരത്തിന്റെ ഇച്ഛ ഉണ്ടെങ്കിലും അതിനെ അടക്കി നിർത്തി ക്ഷമിച്ചുകൊണ്ട്. അപ്പൊ അത് ക്ഷമ. ഇനി ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. അപ്പൊ നിസ്കാരം, സ്വലാത്ത് എന്നത് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നതിന്, അള്ളാഹുവുമായി അടുക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവുമായി അടുക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടും. അള്ളാഹുമായി അടുക്കാൻ അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണെന്ത്? നിസ്കരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ചെയ്തിരുന്നത് എന്താണ്? നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ടാൽ ഹാജത്തിന്റെ നിസ്കാരം 2 റക്അത്ത് എടുത്ത ശേഷം 2 റക്അത്ത് അതാണ് ശരിയായ മാർഗം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ പറയുന്നു, اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. اتل ما أوحي إليك من الكتاب. ഈ ഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായ ഈ ഗ്രന്ഥം താങ്കൾ ഓതുക, താങ്കൾ പാരായണം ചെയ്യുക. തിലാവത്ത്, കലാനിറ പിന്തുടർന്നു നടത്തുക. കലാനിറ വെറുതെ എങ്ങനെ ഓതുക മാത്രം ഓതുക, അതോടൊപ്പം അത് പിന്തുടരുക, അത് മനസ്സിലാക്കി ഓതി അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ശരിക്കുള്ള തിലാവത്ത് ഖുർആൻ. കലാനിറ പിന്തുടർന്നു നടത്തുക. അപ്പം ഖുർആൻ ഇങ്ങനെ നോക്കി ഓതുക മാത്രമല്ല, ഓതുകയും അതിന്റെ അർത്ഥം ഗ്രഹിക്കുകയും സാരം മനസ്സിലാക്കുകയും അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അത് എന്ത് ചെയ്യാം? ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യുക. അപ്പോഴാണ് ശരിയായ തിലാവത്ത്. പൂർണ്ണമായി അർത്ഥം അറിയാതെ ഓതിയാലും അതിന് കൂലി കിട്ടും, എങ്കിലും അതിന് സമ്പൂർണമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അർത്ഥം അറിയാൻ പിന്നെ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും പഠിക്കാതിരിക്കുന്നത് തെറ്റാണ്. അർത്ഥം അറിയാതെ ആദ്യമായിട്ട്
ഖുർആൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് അർത്ഥം അറിയില്ല. എങ്കിലും അയാൾക്ക് അനുകൂല. പക്ഷെ അർത്ഥം അറിയാനും പഠിക്കാനൊക്കെ സാഹചര്യമാണ് പഠിക്കേ നിർബന്ധമാണ്. ഖുർആനാണ് നമ്മുടെ ഉള്ള ജീവിത പദ്ധതി. അത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ എങ്ങനെ ജീവിതത്തിൽ അത് പ്രാവർത്തികാക്കുക? ഖുർആൻ പഠിക്കാം. പറയാണ് ഈ കിതാബ് താങ്കൾക്ക് അവതീർണമായ കിതാബ് ഓതുക, പാരായണം ചെയ്യുക, അത് പിന്തുടരുക. അതുകൂടാതെ താങ്കൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിസ്കാരം സംസ്ഥാപിക്കുക, നിലനിർത്തുക. നിസ്കാരം എല്ലാ മ്ലേച്ഛ വൃത്തികളും എല്ലാ ദുർവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് നിസ്കാരം. വലദിക്റുല്ലാഹി അക്ബർ. ഇനി അതുമൂലം വന്നു ചേർന്ന അല്ലാഹുവിന്റെ സ്മരണ എന്നുള്ളത് അത് ഏറ്റവും വലുതാണ്. അതാണ് കൂടുതൽ വലുത്. വലദിക്റുല്ലാഹി അക്ബർ. നിസ്കാരം മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് ദുർവൃത്തികളിൽ നിന്ന് എല്ലാ മനുഷ്യനെ അകറ്റി നിർത്തുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ. നിസ്കാരം കൊണ്ട് വേറെ ഒന്ന് ഉണ്ടായിത്തരുന്ന എന്താണ്? ദിക്റുല്ലാഹ്. എന്താണ്? ദിക്റുല്ലാഹ്. അഖിമിസ് സ്വലാത ലിദിക്രി. നിസ്കാരം ഖാമത്ത് ചെയ്യുക, നിസ്കാരം നിലനിർത്തുക. ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് അള്ളാഹു പറഞ്ഞു. എന്നെ സ്മരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കാനാണ് നിസ്കാരം. അള്ളാഹുവിനെ ഓർക്കാൻ. വെറുതെ ഇങ്ങനെ കാട്ടിക്കുട്ടിയാ പോരാ. ചെയ്യുക, സുജൂദ് ചെയ്യുക, എണീക്കുക, വീഴ, അതല്ല മാത്രമല്ല നിസ്കാരം. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കണം. നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഞാൻ നിസ്കരിച്ച മനുഷ്യനാണെന്ന് ധാരണമാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യരുത്? തെറ്റിലേക്ക് പോകരുത്. വീണ്ടും അടുത്ത നിസ്കാരമായി. ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് എന്ത് നിസ്കാരം തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് അള്ളാഹ് എന്താ? നമുക്ക് ഗുണത്തിനാണ് നിസ്കാരം. ശരിയല്ലേ? അള്ളാഹുവിനെ നമ്മൾ നിസ്കരിക്കുന്നു. എന്താണ് അത്? മ്ലേച്ഛവൃത്തികളിൽ ദുർവൃത്തികളിൽ നിന്നൊക്കെ മനുഷ്യനെ തടയും. ശരിയായ നിസ്കാരമാണ്, ശരിയായ ആത്മാർത്ഥതയുള്ള നിസ്കാരമാണ്. استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. അത് വലുതാണ്, അത് ഭയങ്കര പാടാണ്. നിസ്കരിക്കാൻ ഭയങ്കര ഭാരമാണ്. എല്ലാവർക്കും നിസ്കരിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ആർക്കൊഴികെ? ഇല്ല അലൽ ഖാശിഈൻ, ഭയഭക്തിയുള്ള ഖുശൂഉള്ള ആളുകൾക്ക് ഒഴികെ. ഇവിടെ ഇന്നഹ നിശ്ചയം അത് എന്ന് പറഞ്ഞു. അഹ എന്ന ദമീർ മടങ്ങുന്നത് എങ്ങോട്ടാണ്? അത് ഈ നിസ്കാരം ആണോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഈ ക്ഷമയും നിസ്കാരവും പാലിക്കുക എന്നുള്ള മൊത്തത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായം. രണ്ടാണെങ്കിലും ശരിയാണ്. ഈ അടുത്ത വേറൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ യദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ولا تستوي الحسنة ولا السيئة. حسنة എന്ന് പറഞ്ഞാ നല്ലത്. അതിന്റെ എന്താണ്? ഓപ്പോസിറ്റ്. ജംഅല്ല, ജംഅാണ് ഹസനാത്ത്. പ്ലൂറൽ ഫോം, ബഹുവചനം. നന്മകൾ. ഹസനത്ത് നന്മ, ഹസനാത്ത് നന്മകൾ. ശരിയാണ്. പക്ഷെ ലിദ്, അതിന്റെ ഓപ്പോസിറ്റ്, വിപരീതം എന്താണ്? ഹസനത്തിന്റെ ലിദ് എന്താണ്? ഓപ്പോസിറ്റ്. തിന്മക്ക് എന്താണ്? സയ്യിഅത്ത്. എന്താണ്? സയ്യിഅത്ത്. ഖൈറും ഷർറും. ഖൈറും ഷർറും. ഖൈർ ഹസനത്ത്, ഷർറ് സയ്യിഅത്ത്. മനസ്സിലായോ? നന്മ തിന്മ. നന്മകളും തിന്മകളും, നന്മയും തിന്മയും സമമാവുക. നന്മയും തിന്മയും ഈക്വൽ ആവുക. നന്മയും തിന്മയും തുല്യമാവുക. നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. രണ്ടും വേർതിരിക്കപ്പെടും. ഏറ്റവും നല്ലതുകൊണ്ട് തടയുക. എന്തിന്? തിന്മയെ തടയുക. തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് തടയുക. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് തടഞ്ഞാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ള ആളും നിങ്ങളും തമ്മിൽ എങ്ങനെയായി ആവാം? അവൻ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി മാറിയേക്കാം. എങ്ങനെ?
ഇപ്പൊ ഒരു ആള് നമ്മളെ ചീത്ത വിളിക്കാൻ എന്തൊക്കെയോ വരുമ്പെന്ന് ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ പക്ഷെ വളരെ മര്യാദയോടുകൂടിയാണ് സംസാരിക്കുക എങ്കിൽ ഇപ്പൊ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? അങ്ങനെ എങ്കിൽ അയാള് ക്രമേണ ചിലപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്തായി മാറിയേക്കാം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രബോധനം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച പലർക്കും നബി മാപ്പ് കൊടുത്തു. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം പിന്നീട് എളുപ്പമായി തീർന്നത്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഇങ്ങനെ ഒരു ഗുണം എത്തിപ്പെടാൻ ആർക്കേ സാധിക്കുള്ളൂ? ഇല്ലല്ലദീന സബറു. സബറു, സബറ, സുബ്റ്, ക്ഷമ. ഇപ്പൊ ഫഅലാണ് എന്താണ്? പ്രവർത്തിച്ചു. ഏത് ഫീലാണ്? ശരിയാണ്, ഫിഅല് മാദി. അപ്പൊ സബറ എന്തായിരിക്കും? ഫിഅല് മാദിയല്ലേ? പറ ഫസ്റ്റ്. സബറുൻ ക്ഷമ. സബറ പ്രവർത്തിച്ചു എന്നുള്ള പോലെ എന്ത് പറയണം? ക്ഷമിച്ചു. നിങ്ങൾ പറയുന്ന ശബ്ദം കേൾക്കുന്നില്ല. ക്ഷമിച്ചു. സബറ എന്ന് പറയുമ്പോ ഫഅല എന്ന് പറയുമ്പോ അല്ലേ? അല്ലേ? ഫഅല വസ്നല്ലേ? അപ്പൊ ഫിഅല് മാദി ആണ് അത്. ക്ഷമിച്ചു. അപ്പൊ എന്താണ്? വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. സബറൂ എന്ന് പറയുമ്പോ കുറെ ആളുകളുണ്ട് അല്ലേ? സബറ, സബറ, സബറു, സബറത്ത്, സബർന, സബർത്ത, സബർത്തി, സബർത്തു. അപ്പൊ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. ക്ഷമിക്കുന്നവർക്കല്ലാതെ ഇത് സാധ്യമല്ല. ഇങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഗുണം ഇല്ല. ചീത്ത പറയണ ഇങ്ങനെ കേട്ടിട്ടേ പിന്നെ നല്ല ആൾക്കാരോട് പെരുമാറാൻ കഴിയില്ല. അപ്പൊ ഇങ്ങോട്ട് ചീത്ത പറയാൻ ഡബിൾക്ക് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ അല്ലേ? അല്ലെങ്കിൽ അതേ അത്രയെങ്കിലും കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അങ്ങനെ ചെയ്യാതെ അത് ക്ഷമിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അയാളോട് മര്യാദക്ക് പെരുമാറുക, അയാളുടെ നല്ല രീതിയിൽ പെരുമാറുക. അപ്പോ എന്താവും? ക്രമേണ അയാൾ എന്ത് ചെയ്യും? പക്ഷെ പിന്നീട് നമ്മുടെ ക്ലോസ് ഫ്രണ്ടായി മാറാൻ. അതാണ് കഅന്നഹു വലിയ്യുൻ ഹമീം. അയാൾ നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്, അടുത്ത സുഹൃത്തായി മാറാം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. പക്ഷെ എന്താണ്? ഇങ്ങനെ ഒരു ഗുണം ആർക്കേ കിട്ടുള്ളൂ? വമാ യുലഖാഹാ, അതെത്തിപ്പെടുകയില്ല, അങ്ങനെ കഴിയുകയില്ല. ആർക്ക്? ഇല്ലല്ലദീന സബറു, നല്ല ക്ഷമയുള്ളവർക്കല്ലാതെ കഴിയില്ല. ക്ഷമ എന്നുള്ളൊരു ഗുണം വളരെ പ്രസക്തമാണ്. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. ഈ ദുനിയാവിലും ആഖിറത്തിലും നല്ല ഭാഗ്യമുള്ള ആൾക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ ഇല്ലല്ലദീന ഖാശിഈൻ അല്ലദീന വന്നു അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഖാശിഈങ്ങൾക്ക്, അല്ലാഹുവിൽ ഖുശൂഅ്, ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ നിസ്കരിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയും. ശരിയായ രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ. നിസ്കാരം ഒരു ഭാരമാകാതെ നിസ്കാരം അല്ലാഹുമായുള്ള ഒരു മുനാജാത്തായിട്ട് അതിൽ കൺകുളിർമ കിട്ടുന്നത്. അതൊരു ഭയങ്കര ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നു നിസ്കാരത്തിൽ. നിസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു അനുഭൂതിയായി. അല്ലാഹുവിൽ ഭയഭക്തി, നല്ല ഭയഭക്തി, നല്ല ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു അനുഭൂതിയായി. നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിച്ചിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമല്ലേ? നമുക്കിപ്പോൾ ഒരാളോട് നല്ല ഇഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ സമയം കിട്ടി അയാൾ സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ ആ നിസ്കാരം എന്താണ്? അള്ളാഹുമായുള്ള മുനാജാത്ത്, അള്ളാഹുമായുള്ള നമ്മുടെ സംഭാഷണം. നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ. അൻതഅ്ബുദ അല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അൻതഅ്ബുദ അല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന കണക്കിന് നീ അള്ളാഹുവിനെ, നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഫഇൻ ലം തകുൻ തറാഹ്, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്. ശരി. അപ്പൊ നമ്മള് അള്ളാഹുമായുള്ള ഒരു മുനാജാത്ത്. അപ്പൊ നമുക്ക് അള്ളാഹുവിന് അതിമാത്രം ഈമാനുണ്ട്, അള്ളാഹുവിനോട് ഒരുമാത്രം സ്നേഹമുണ്ടെങ്കിൽ നിസ്കാരം നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ആളോട്, നല്ലവണ്ണം ഇഷ്ടമുള്ള ആളോട് പെരുത്ത് സംസാരിച്ചിരിക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ? അപ്പൊ കുറേ സമയം നിസ്കരിക്കാൻ നമുക്ക്
നല്ല താല്പര്യം. അപ്പൊ നമുക്കൊരു ഭാരമേ ഉണ്ടാവില്ല. നമ്മളിപ്പം നല്ലോണം സംസാരിച്ചിരിക്കാം, നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് മണിക്കൂർ കണക്കിന് സംസാരിച്ചിരുന്നാൽ നമുക്ക് ക്ഷീണം അറിയില്ലല്ലോ. അറിയോ? ക്ഷീണമൊക്കെ ഉള്ള ആളാണെങ്കിൽ തന്നെ ചിലപ്പോൾ ക്ഷീണം അറിയില്ല. എന്താണ് നമുക്ക് അള്ളാഹുവിനോട് സ്നേഹക്കുറവ്, സ്നേഹം നമുക്ക് അതിന്റെ ഈമാന് ഉണ്ട്. ഈമാൻ നന്നായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്താണ് കുറച്ച് നിസ്കരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ തോന്നുന്നത്. അതാണ് ഖുശൂഉള്ള അല്ലാത്തവർക്കൊക്കെ നിസ്കാരം ഒരു ഭാരമായിരിക്കും. അല്ലദീന യظنون, അവർ വിചാരിക്കും, അവർ ഉറപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ യഖീൻ എന്നുള്ള അർത്ഥമാണ്, സംശയം എന്നുള്ള അർത്ഥത്തിലല്ല. യഖീൻ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അന്നഹും മുലാഖൂ റബ്ബിഹിം, ഈ ഖാശിയങ്ങൾ എങ്ങനെയാണ്? അവർക്കറിയാം, ചുണ്ടിപ്പ് കളിക്കല കുട്ടി. അന്നഹും മുലാഖൂ റബ്ബിഹിം, അവർ അള്ളാഹുവിനെ ലഖിയ എന്ന് പറയുന്നതാണ് കണ്ടുമുട്ടി. അള്ളാഹുവിനുമായുള്ള നമ്മള് പാരലോകത്ത് മുഅ്മിനുകൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും അല്ലേ? അതിനാണ് ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കാണും. ലിഖാ. അപ്പൊ അള്ളാഹുവിനെ അവരുടെ നാഥനെ, അതായത് അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടും എന്ന് അവർ ഉറപ്പിച്ചിരിക്കുക. അവർക്കറിയാം. അപ്പൊ ഖുശൂഉള്ള ഖാശിയങ്ങൾ, അവർ അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർ, അവർക്കറിയാം നാഥനെ നാളെ അവർക്ക് കണ്ടുമുട്ടണം എന്ന് അവർക്കറിയാം. ഇലൈഹി റാജിഊൻ, നിശ്ചയം അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണെന്ന്. മരിച്ചു നിന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലണം, അള്ളാഹുവിനെ കാണും വേണം എന്നുള്ള ചിന്ത ആരടുത്തുണ്ട്? ഖാശിയങ്ങൾക്ക്, അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് നിസ്കാരം വളരെ സന്തോഷം നൽകുന്ന, ആനന്ദം, അനുഭൂതി നൽകുന്ന ഒരു പ്രവർത്തിയാണ്.